ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിക്കൽ ഡിസോർഡറിലെ മൂഡ് ഡിസോർഡറായ ബൈപ്പോളാർ ഡിസോർഡറിലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൈപ്പോളാർ ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ മനോഭാവത്തിൽ മൂഡിന് അതിയായ മാറ്റങ്ങൾ, മൂഡ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗേൾസിൽ ഈ പീരിയഡ്സിൻ്റെ സമയത്ത് നമ്മൾ പറയും മൂഡ് സ്വിങ്സ് എന്ന് പറയും അല്ലേ. എനിക്ക് മൂഡ് സ്വിങ്സ് ആണ്. അപ്പോൾ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗേൾസിന് അറിയാം, ഒരു ചില സമയത്ത് ഒരു സാഡ്നെസ് ആണെങ്കിൽ, ചില സമയത്ത് ഭയങ്കര ദേഷ്യം, ചില സമയത്ത് ചിരിക്കുക, ഓവർ തിങ്ക് അല്ലേ, അങ്ങനത്തെ ഓരോ മൂഡ്സ് ആയിരിക്കും നമുക്ക് വന്നു പോകുന്നുണ്ടാവുക. നിൽക്കുന്നില്ല, വന്നു പോവാണല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഒരു മൂഡ് സ്വിങ്സ് ആയ ഒരു ഡിസോർഡറാണ് ബൈപ്പോളർ ഡിസോർഡർ. ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ തന്നെ മൂഡ് സ്വിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നത് ഒരാളുടെ മനോഭാവത്തിൽ മൂഡ് സ്വിങ്സ് അയാളുടെ ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കുന്ന മൂഡ് സ്വിങ്സ് അയാൾക്ക് വരികയാണ്. ഓക്കെ, ഈ മൂഡ് സ്വിങ്സിൽ, അതായത് ബൈപ്പോളർ ഡിസോർഡറിൽ നമുക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. മെയിനായിട്ട് വരുന്ന രണ്ട് ഭാഗങ്ങളാണ് മാനിയ ആൻഡ് ഡിപ്രഷൻ. ഓക്കെ, മാനിയ എന്ന് പറയുന്നത് ഭയങ്കര ആവേശം, ഭയങ്കര ഊർജ്ജം, ഭയങ്കര സന്തോഷമായിരിക്കും. മാനിയയിൽ ഭയങ്കര പോസിറ്റീവായിട്ട് ഭയങ്കര കാര്യങ്ങളായിരിക്കും, ടോക്കറ്റീവ് ആയിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുന്നതാണ് മാനിയ. മാനിയയുടെ നേരെ ഓപ്പോസിറ്റാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും അല്ലേ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. എനിക്ക് ഡിപ്രഷനാണ്. നമുക്കിപ്പോൾ ഒരു എക്സാം വന്നു, നമ്മളെന്താ പറയുക, എനിക്കത് ആലോചിച്ച് ഭയങ്കര ഡിപ്രഷനാണ് അല്ലേ. നമുക്കൊരു പ്രശ്നം വരികയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് താരക്കുമ്പോൾ ഭയങ്കര ഡിപ്രഷനാണ് അല്ലേ. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വേർഡായി പോയി ഡിപ്രഷൻ എന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഡിപ്രഷൻ ഇതിൽ പറയുന്നത് മാനിയയും ഡിപ്രഷനാണ്. ഡിപ്രഷനിൽ ഇതേപോലെ തന്നെ നിരാശ, സങ്കടം, ദുഃഖം, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഇങ്ങനത്തെ ഓരോ കാര്യം, ഹോപ്പ്ലെസ്നെസ്, ഇതൊക്കെയാണ് ഡിപ്രഷനിൽ വരുന്നത് അല്ലേ. ഇത് തന്നെ ലോ എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിപ്രഷനിൽ. ഹൈ എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാനിയയിൽ വരുന്നത്. ഈ രണ്ട് ഭാഗങ്ങളും ഒരുമിച്ച് വരികയാണ് അല്ലേ. മാനിയയും ഡിപ്രഷനും ഒരുമിച്ച് വരുമ്പോഴാണ് ബൈപ്പോളാർ അവിടെ പ്രസന്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് ബൈപ്പോളാർ എന്നത്. ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഡെഫിനേഷൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ബൈപ്പോളാർ എന്നത് എന്താണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാവണല്ലോ ബൈപ്പോളാർ എന്നത് ഇതാണ്. പെട്ടെന്ന് നമുക്ക് ആര് ചോദിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കണം എന്താണ് ബൈപ്പോളാർ എന്ന് ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പറയാലോ അല്ലേ, പറയാൻ നിങ്ങൾക്കൊരു വേർഡ് കിട്ടിയല്ലോ അല്ലേ. ഒരാളുടെ മനോഭാവത്തിൽ മൂഡിന് അതിയായ മാറ്റങ്ങൾ വരികയാണ്. ആ രണ്ട് മൂഡുകളാണ് മാനിയയും ഡിപ്രഷനും. മാനിയ എന്ന് പറഞ്ഞാൽ ഹൈ എനർജറ്റിക് ആണ്, ഭയങ്കര പ്രൊക്കറ്റീവ് ആണ് അല്ലേ, ഭയങ്കര ഊർജ്ജം, അതിയായ സന്തോഷം, ഹാപ്പിനെസ്, അതാണ് മാനിയ. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലോ എനർജറ്റിക്, ക്ഷീണം, നിരാശ, ഇതൊക്കെ വേണം ഡിപ്രഷൻ. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നതാണ് ബൈപ്പോളാർ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം അല്ലേ. അപ്പോൾ ബൈപ്പോളാർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഈ ഡെഫിനിഷൻസ് ഒന്നും നിങ്ങൾ വായിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞതും ഈ ഡെഫിനിഷനും ഒക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബൈപ്പോളാർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എത്തും. ഓക്കെ, bipolar disorder is a mental health condition in which a person experiences extreme mood changes. Sometimes they feel very happy, energetic, and overactive. That's mania. Okay, and another times they feel very sad, hopelessness, and depressed. That depression. Okay, that's the bipolar disorder. Okay, ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ പോലെ. ഓക്കെ, അത് നമ്മൾ മാനിയ, ഈ ബൈപ്പോളർ ഡിസോർഡർ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. അതിൽ വരുന്ന മാനിയയും ഡിപ്രഷനും അതിൻ്റെ, ഇപ്പോൾ നമുക്ക് ബൈപ്പോളർ ഡിസോർഡർ ആണ്, ആ ഒരു വ്യക്തിക്ക് ബൈപ്പോളർ ഡിസോർഡർ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മാനിയയ്ക്ക് ഒരു ഡ്യൂറേഷൻ ഉണ്ട്, ഡിപ്രഷനും ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഓരോ കാര്യങ്ങൾക്കും ഒരു ഡ്യൂറേഷൻ ഉണ്ട്. ഈ ഡ്യൂറേഷൻ അനുസരിച്ച് ഇതൊക്കെ നീളുന്നുണ്ടെങ്കിൽ, അത്രത്തോളം നിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ അവർക്ക് ഡിറ്റക്ട് ചെയ്യുന്നത് അവർക്ക് ബൈപ്പോളർ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് മാനിയ എന്താണ്, എത്ര ഡ്യൂറേഷൻ, അതിൻ്റെ സിംറ്റംസ് എന്താണ്, അതേപോലെ ഡിപ്രഷൻ എന്താണ്, അതൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ അതിനാണ് അടുത്ത പറയുന്നത് മാനിയ. എ പീരീഡ് ഓഫ് എക്സ്ട്രീംലി ഹൈ എനർജി, എക്സൈറ്റ്മെന്റ്, കോൺഫിഡൻസ് ആൻഡ് ലെസ് ഫോർ സ്ലീപ്പ്, അതായത് നമുക്ക് ഉറക്കം കുറവായിരിക്കും. ഓക്കെ, മാനിയ ഹൈ എനർജറ്റിക് ആണെന്നുണ്ടെങ്കിലും എല്ലാതാണെങ്കിലും ഉറക്കക്കുറവുണ്ടാവും. ഓക്കെ, അപ്പോൾ സിംറ്റംസ്, മാനിയയുടെ സിംറ്റംസ്: ടാക്കിംഗ് ടു മച്ച്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടോക്കിംഗ് ടു മച്ച്, വെരി എനർജറ്റിക്, സ്ലീപ്പിംഗ് വെരി ലിറ്റിൽ, ഓവർ കോൺഫിഡൻസ്, റിസ്കി ബിഹേവിയേഴ്സ്, റേസിംഗ് തോട്ട്സ്, പെട്ടെന്ന് ചിന്തകൾ മാറും. അതാണ് റേസിംഗ് തോട്ട്സ്, പെട്ടെന്ന് ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് മാനിയയും അതിൻ്റെ സിംറ്റംസും. അടുത്ത ഡിപ്രഷനാണ്. ഡിപ്രഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ എ പീരീഡ് ഓഫ് സാഡ്നസ്, ലോ എനർജി, ഹോപ്പ്ലെസ്നെസ് ആൻഡ് ലോസ് ഇൻട്രസ്റ്റ് ഇൻ ലൈഫ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ഡിപ്രഷനാണ്, ഇപ്പോൾ നമ്മളൊരു കാര്യത്തിൽ നമുക്ക് ഡിപ്രഷൻ ആണെന്ന് പറയാൻ കാരണം എന്താണ്, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ, നമുക്കൊരു എന്താ പറയുക, ഭയങ്കര ഡെസ്പായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, ഉറക്കുണ്ടാവില്ല. ഉറക്കുണ്ടാവാതെ കാരണം കൂടി നമ്മൾ എന്താ പറയുക, എനിക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ ടെൻഷനാണ് അല്ലേ, അതൊക്കെ പറയുന്നുണ്ടാവുക. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഹോപ്പ്ലെസ്നെസ് ആൻഡ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ലൈഫ്. ഡിപ്രഷൻ സിംറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ലോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൊക്കെ പറയുക സിംറ്റംസ് ആണെങ്കിൽ വരുന്നത്. സാഡ് മൂഡ്, ഫീലിംഗ് ഹോപ്പ്ലെസ്നെസ്, ലോ എനർജി, സ്ലീപ്പിംഗ് ടു മച്ച് ഓർ ടു ലിറ്റിൽ, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, സ്യൂസൈഡൽ തോട്ട്സ്. നമുക്ക് ഡിപ്രഷൻ കാരണം നമുക്ക് സ്യൂസൈഡൽ തോട്ട്സ് വരെ, നമുക്ക് ആ ഒരു ചിന്ത, സൂസൈഡ് തോട്ട്സ് വരെ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ വരും, എന്തായാലും വരും എന്നുള്ളതാണ് ഇതിൻ്റെ സിംറ്റംസ്, അതാണല്ലോ. അപ്പോൾ സൂസൈഡ് തോട്ട്സ് ഒക്കെ നമുക്ക് വരും. ഇതൊക്കെയാണ് ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഡിപ്രഷന് ഒരു 2 വീക്സ് ഉണ്ടാവണം. ഡിപ്രഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 വീക്സ് ആണ്. ഡിപ്രഷൻ എപ്പിസോഡ്സ് യൂഷ്വലി അറ്റ്ലീസ്റ്റ് 2 വീക്സ്. ഓക്കെ,
അപ്പോൾ ഡിപ്രഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ സിംറ്റംസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഡ്യൂറേഷൻ എത്ര എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ തന്ന നോട്ട്സും ഞാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാവരും വെച്ച് നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നതാണ്. ചെറിയ ചെറിയ വേർഡ്സ് ആണ്, സിമ്പിൾ വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് അടുത്തത് നോക്കാം. ടൈപ്സ് ഓഫ് ബൈപോളർ ഡിസോർഡർ. ബൈപോളർ 2 ഡിസോർഡർ, സൈക്ലോതൈമിക് ഡിസോർഡർ. ഇത്ര 3 ടൈപ്സ് ആണ് ബൈപോളർ ഡിസോർഡർ എന്നുള്ളത്. അതിൽ ബൈപോളർ 1 ഡിസോർഡർ സീവിയർ മാനിയ എപ്പിസോഡ് വിത്ത് ഡിപ്രഷൻ. സീവിയർ മാനിയ ഉണ്ട്, പിന്നെ ഡിപ്രഷൻ ഉണ്ട്. സീവിയർ ഘട്ടമാണ് ബൈപോളർ 1 എന്ന് പറയുന്നത്. ബൈപോളർ 2 എന്ന് പറയുന്നത് ഹൈപ്പോമാനിയ വിത്ത് മേജർ ഡിപ്രഷൻ. ഹൈപ്പോമാനിയ എന്ന് പറഞ്ഞാൽ മാനിയ ആണ് സീവിയർ. ഹൈപ്പോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീവിയർ അല്ല, അതിന് കുറച്ച് കുറഞ്ഞത്, മാനിയയുടെ കുറഞ്ഞതാണ് ഹൈപ്പോമാനിയ. ഹൈപ്പോമാനിയയും മേജർ ഡിപ്രഷനും, കൂടിയ ഡിപ്രഷനും കുറഞ്ഞ മാനിയയും ഉള്ളതാണ് എന്ത് ബൈപോളർ 2 എന്ന് പറയുന്നത്. സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മൈൽഡ് മൂഡ് സ്വിങ്സ് ലാസ്റ്റിംഗ് ഫോർ എ ലോങ് ടൈമിൽ, അതായത് നമുക്ക് ക്രോണിക് ആണ് എന്നതാണ് പറയുന്നത്. ഓക്കെ, ലോങ് ടൈം, നമ്മുടെ ജീവിതത്തിലെ ലോങ് ടൈം വരെ ദീർഘകാലം ഈ ഡിസോർഡർ ഉണ്ടാവും, സൈക്ലോതൈമിക് ഡിസോർഡർ. ഇതിൽ ചെറിയ ചെറിയ മൂഡ് സ്വിങ്സ് ആണ് ഇതിലുണ്ടാവുക. ചെറിയ മൂഡ് സ്വിങ്സ് ഉള്ളൂ ഇതിലുണ്ടാവുക. പക്ഷേ മൂഡ് സ്വിങ്സ് ഉണ്ട്, ചെറിയ ഘട്ടത്തിലുള്ളൂ, അതായത് ചെറിയ തോതിലുള്ളൂ, ചെറിയ തോതിലുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും, പക്ഷെ ലോങ് ടൈം ഉണ്ടാവും. ഇതാണ് പറയുന്നത്. ഇതാണ് സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 3 ടൈപ്സും ബൈപോളറിന് 3 ടൈപ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സൈക്ലോതൈമിക് ഡിസോർഡർ നിങ്ങൾക്ക് ഒന്ന് ബ്രീഫായി പറഞ്ഞു തരുന്നുണ്ട്. Cyclothymic disorder is a chronic mood disorder characterized by repeated fluctuations between mild depressive symptoms and periods of elevated mood hypomanic symptoms are that not severe enough to meet the full criteria for major depression for bipolar 1 and 2 disorder. ഇത്രയാണ് പറയുന്നത് സൈക്ലോതൈമിക് എന്താണുള്ളത്. ദീർഘകാലം തുടരുന്ന ഒരു മൂഡ് ഡിസോർഡർ ആണ്. ഇതിൽ വ്യക്തിക്ക് വീണ്ടും ചെറിയ തോതിലുള്ള ഡിപ്രസീവ് സിംറ്റംസ്, അതാണ് ഈ പറയുന്നത് റിപ്പീറ്റഡ് ഫ്ലക്ച്വേഷൻസ്, അതാണ് പറയുന്നത്. വീണ്ടും ചെറിയ തോതിലുള്ള ഡിപ്രസീവ് സിംറ്റംസ്, ദുഃഖം, സാഡ്നസ്, ലോ എനർജി, അതൊക്കെ. ഹൈപ്പോമാനിക് സിംറ്റംസ് കൂടുതൽ എനർജി, ഉല്ലാസം, അത്രയൊക്കെ ഹൈപ്പോമാനിക് ഉള്ളൂ ഇതിലുണ്ടാവുക. ചെറിയ തോതിലുള്ള മാനിയും ഡിപ്രഷനും അല്ലേ നമുക്ക് സൈക്ലോതൈമിക് എന്ന് പറയുന്നത്. ചെറിയ മൂഡ് സ്വിങ്സ് ആണ്, പക്ഷേ ലോങ് ടൈം ഉണ്ട് എന്നുള്ള പറയുന്നത്. ഹൈപ്പോമാനിക് സിംറ്റംസും ഇപ്പോൾ കൂടുതൽ എനർജി, ഉല്ലാസം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അനുഭവപ്പെടും. എന്നാൽ ഈ ലക്ഷണങ്ങൾ മേജർ ഡിപ്രഷൻ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ ടൈപ്പ് 1 and 2 പൂർണ്ണ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആയിട്ടും അത്ര ഗുരുതരമല്ല. അതാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ബൈപോളർ 1ൻ്റെയും 2ൻ്റെയും അത്ര ഗുരുതരമല്ല എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, ഒത്തിരി പറയുന്നത് സൈക്ലോതൈമിക് ഡിസോർഡർ അത്ര ഉള്ളൂ. ചെറിയ ഇതിലൊക്കെ പറഞ്ഞുതരാം. മൂഡ് എടുക്കടെ മാറുന്ന ഒരു അവസ്ഥയാണ്. ചില സമയങ്ങളിൽ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ചില സമയം ഭയങ്കര ലോ മൂഡിലായിരിക്കും. പക്ഷേ അത് ബൈപോളർ ഡിസോർഡർ പോലെ വളരെ സീവിയർ അല്ല. ഇതൊരു ദീർഘകാലം തുടരുന്ന ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. മൈൽഡ് മൂഡ് സ്വിങ്സ്, ഹൈപ്പോമാനിയ പ്ലസ് മൈൽഡ് ഡിപ്രഷൻ. ഫുൾ ബൈപോളർ ഡിസോർഡേഴ്സ് ഒന്നും അല്ല, മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷന്, ഹൈപ്പോമാനിയ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് വരുന്നത്. ഇത് സൈക്ലോതൈമിക് ഡിസോർഡർ. അത് നമുക്ക് ക്രൈറ്റീരിയാസ് നോക്കാം. ഫസ്റ്റ് വൺ മാനിയുടെ ക്രൈറ്റീരിയ ആണ്. എ ഡിസ്റ്റിങ്ക്ട് പീരിയഡ് ഓഫ് അബ്നോർമലി എലവേറ്റഡ് എക്സ്പെൻസീവ് ഓർ ഇറിറ്റബിൾ മൂഡ് ആൻഡ് ഇൻക്രീസ് എനർജി ആക്ടിവിറ്റി ലാസ്റ്റിംഗ് 1 week ഡ്യൂറേഷൻ ആണ് പറയുന്നത്. 1 week ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. മാനിയയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 week ആണ്. നമുക്ക് മാനിയ 1 week എങ്കിലും കാണണം എന്നാണ് പറയുന്നത്. നമുക്കതിൽ കുറേ സിംറ്റംസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, റൈസിംഗ് തോട്ട്സ്, അതായത് ചിന്തകൾ വളരെ വേഗത്തിൽ പോകുന്നുണ്ട്, അതൊരു സിംറ്റമാണ്. പിന്നെ ഡിസ്ട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ശ്രദ്ധ തിരിയുക. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേറൊരു ശ്രദ്ധ നമുക്ക് പെട്ടെന്ന് പോകും, അതാണത്. എക്സസീവ് റിസ്കി ആക്ടിവിറ്റീസ്, അപകട സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇൻക്രീസ്ഡ് ഗോൾ ഡയറക്റ്റഡ് ആക്ടിവിറ്റി, പല കാര്യങ്ങളിലും അതിയായ സജീവത. പിന്നെ ടാക്കറ്റീവ്, വളരെയധികം സംസാരിക്കൽ. ഡിക്രീസ്ഡ് നീഡ് ഫോർ സ്ലീപ്പ്, കുറച്ച് ഉറക്കമെങ്കിൽ ക്ഷീണം തോന്നുന്നത്, കുറച്ച് ഉറക്കമായിരിക്കും പക്ഷേ ക്ഷീണം തോന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ട് പറയുന്നത് ഇൻഫ്ലേറ്റഡ് സെൽഫ് എസ്റ്റീം ഓർ ഗ്രാൻഡിയോസിറ്റി, ഞാൻ വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് അങ്ങനെ സ്വയം തോന്നുന്നത്. ഈ സിംറ്റംസിൽ ഏതെങ്കിലും മൂന്നെണ്ണമാണ് നമുക്ക് കാണേണ്ട സിംറ്റംസുകൾ. ഓക്കെ, കുറച്ച് 3 എണ്ണമാണ് മാക്സിമം. ഒരു 4 എണ്ണാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ മാനിയ തന്നെയാണ് പറയുക. ഏറി പോയൊരു 3 എണ്ണമെങ്കിൽ ഇതിൽ വേണം. 3 എണ്ണം ഇതിൽ 3 എണ്ണം കാണുന്നുണ്ടെങ്കിൽ അത് മാനിയാണ് എന്നാണ് പറയുന്നത്. 1 week ഈ പറയുന്ന സിംറ്റംസത്തിൽ ഏതെങ്കിലും 3 എണ്ണം പ്രസൻറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാനിയ എന്ന് പറയുന്നു. അടുത്തത് ഹൈപ്പോമാനിക് ക്രൈറ്റീരിയ ആണ്. ഹൈപ്പോമാനിക് ക്രൈറ്റീരിയയിൽ മാനിയൻ്റെ സിമിലർ ആണ്. അത് 4 days. കാരണം 4 days പറയാൻ കാരണം മാനിയ അല്ല കുറച്ച് സീവിയർ, ഹൈപ്പോമാനിയ അത്ര സീവിയർ അല്ലല്ലോ. ഹൈപ്പോമാനിയ ഒരു ലോ വേർഷനാണ്, മാനിയ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ വേർഷനാണ്. ഓക്കെ, അപ്പോൾ മാനിയയിലുള്ള സംഭവങ്ങൾ തന്നെ സിംറ്റംസ് ആണ് അതിൽ കാണിക്കുന്നത്. ഇതിൽ മാനിയൽ 1 week ആണെന്നുണ്ടെങ്കിൽ മാനിയൽ 4 days ആണ്. ഓക്കെ, ഡിപ്രഷൻ ക്രൈറ്റീരിയ. ഓക്കെ, അറ്റ്ലീസ്റ്റ് 5 സിംറ്റംസ് എങ്കിലും
കാണണം എന്ന് പറയുന്നത്. 5 സിംറ്റംസ് 2 വീക്സിലാണ് ഇത് കാണേണ്ടത്. ഡിപ്രസ്ഡ് മൂഡ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് പ്ലഷർ, വെയിറ്റ് appetite changes, sleep disturbance, fatigue, feelings of worthlessness or guilt, poor concentration, psychomotor agitations or slowing, suicidal thoughts. ഓക്കെ, ഡിപ്രസ്ഡ് മൂഡ്, ദുഃഖം, നിരാശ, അറിയില്ല. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് പ്ലഷർ, ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം കുറയാം. പിന്നെ വെയിറ്റ് appetite ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഭാരം അല്ലെങ്കിൽ ഇപ്പോൾ വിശപ്പ് ഉണ്ടാവില്ല, വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഫാറ്റി ക്ഷീണമാണ് ഫാറ്റ്. ഫീലിങ്സ് ഓഫ് വർത്ത്ലെസ്നെസ് ആൻഡ് ഗിൽറ്റ്, ഒരു വർത്ത്ലെസ്നെസ്, നമുക്കൊരു വില കുറഞ്ഞവനാണെന്നൊരു തോന്നൽ, അതാണ് വർത്ത്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ. ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാവും. സൈക്കോമോട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ എന്തായിരിക്കും, ലോ ആയിട്ടുണ്ടാവും. സ്യൂസൈഡൽ തോട്ട്സ്, നമുക്ക് സ്യൂസൈഡൽ തോട്ട്സ് വരും. ഇത്രയും കാര്യങ്ങളാണ് ക്രൈറ്റീരിയാസ്. ഇതിൽ ഈ 9 എണ്ണത്തിൽ ഒരു 5 എണ്ണം 2 വീക്സ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഡിപ്രഷൻ ക്രൈറ്റീരിയാസ് അവിടെ പ്രസൻ്റ് ആണ്. അടുത്ത ബൈപ്പോളർ 1ൻ്റെ ക്രൈറ്റീരിയ പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 മാനിക് എപ്പിസോഡ് ഈസ് റിക്കവർ. ഡിപ്രഷൻ ക്യാൻ ബി പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്. കുറഞ്ഞത് ഒരു മാനിയ ഘട്ടെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ മാനിയയിൽ ബൈപ്പോളർ 1ൽ ഡിപ്രഷൻ ഉണ്ടാവാം, ഇല്ലാതെയാകാം. അപ്പോൾ ഡിപ്രഷൻ ഉണ്ടായിട്ടും ഉണ്ടാകാം, അല്ലാതെയും. മാനിയ അധികമാണെന്നുണ്ടെങ്കിലും ബൈപ്പോളർ 1 നമ്മളവിടെ ഡിറ്റക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് ബൈപ്പോളർ 1ൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മാനിക്, അപ്പോൾ നമ്മൾ മാനിയൽ പറഞ്ഞു, അതിൻ്റെ സിംറ്റംസ് എല്ലാം പറഞ്ഞു. ആ മാനിക് എപ്പിസോഡ്സുകൾ എന്തായാലും ഇതിൽ ആവശ്യമാണ്. ബൈപ്പോളർ 1ൽ എന്തായാലും ആ മാനിയാൻ്റെ എല്ലാ സിംറ്റംസും അത് തന്നെയാണ് ഇതിൽ നോക്കുന്നത്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇതിൽ പോയിന്റ്സ് ഒന്നും എഴുതിയിട്ടില്ല. മാനിയൻ്റെ തന്നെ നോക്കുന്നത്. ഒരു മാനിയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവണം. ഡിപ്രഷൻ ഉണ്ടാവാതെ ഇല്ലാതെയും നമുക്കത് നോക്കാം. ഒരു മാനിയ ഘട്ടുണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ബൈപ്പോളർ 1 എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിറ്റക്ട് ചെയ്യാം. അടുത്തത് ബൈപ്പോളർ 2 ക്രൈറ്റീരിയ ആണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 ഹൈപ്പോമാനിക് എപ്പിസോഡ്, 1 മേജർ ഡിപ്രസീവ് എപ്പിസോഡ്, നോ ഫുൾ മാനിക് എപ്പിസോഡ്. ഓക്കെ, എന്താ വെച്ചാൽ കുറഞ്ഞത് ഒരു ഹൈപ്പോമാനിയ ഘട്ടം ഉണ്ടാവണം, ഒരു ഗുരുതര വിഷാദഘട്ടം ഉണ്ടാവണം, പക്ഷെ പൂർണ്ണമായ മാനിയ ഉണ്ടായിരിക്കരുത്. മാനിയ ഉണ്ടാവാതെ ഹൈപ്പോമാനിയ ഉണ്ടാവാം, മേജർ ഡിപ്രസീവ് ഉണ്ടാവാം. മേജർ ഡിപ്രസീവ് അറിയില്ലേ, ഡിപ്രഷൻ മാത്രം ഹൈപ്പോമാനിക്കും, ഇത് രണ്ടും ആണെന്നുണ്ടെങ്കിൽ ബൈപ്പോളർ 2. മാനിക് എപ്പിസോഡ് ഉണ്ടാവരുത്. ഓക്കെ, അടുത്തത് സൈക്ലോതൈമിക് ഡിസോർഡർ ആണ്. അതിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ ലാസ്റ്റ് വൺ പറയുന്നത്. ക്രോണിക് മൂഡ് ഫ്ലക്ച്വേഷൻസ് വിത്ത് ഹൈപ്പോമാനിക് ആൻഡ് ഡിപ്രസീവ് സിംറ്റംസ്. ക്രോണിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ദീർഘകാലമാണ് ക്രോണിക്. ഓക്കെ, അപ്പോൾ ക്രോണിക് മൂഡ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലമായിട്ട് മൂഡ് എന്താണ് മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഫ്ലക്ച്വേഷൻസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മാറി മാറി അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുന്നൊരവസ്ഥയാണ് എന്ത്, സൈക്ലോതൈമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ക്രോണിക് മൂഡ് ഫ്ലക്ച്വേഷൻസ് വിത്ത് ഹൈപ്പോമാനിക് ആൻഡ് ഡിപ്രസീവ് സിംറ്റംസ്. ഇത് മുതിർന്നവരിൽ 2 വർഷം ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത്. കുട്ടികളിൽ ഇത് 1 വർഷമാണ് പറയുന്നത്. ഇതൊരു പൂർണ്ണമായിട്ടൊരു മാനിയയുടെ ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയല്ല, പക്ഷെ മൈൽഡാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്രൈറ്റീരിയ, സൈക്ലോതൈമിക് ഡിസോർഡറിൻ്റെ ക്രൈറ്റീരിയ. അപ്പോൾ ക്രൈറ്റീരിയസ് മൊത്തം കഴിഞ്ഞു. അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആണ് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് നമ്മുടെ സൈക്കോളജിയിൽ തന്നെ കുറേയധികം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യാൻ മാത്രമുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഫാമിലി തെറാപ്പി, കൗൺസിലിംഗ്, ഗ്രൂപ്പ് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഇൻ്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ റിതം തെറാപ്പി. ഓക്കെ, ഇത്രയാണ് ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ്സ് ഇത്രയും അധികമാണ് ഉള്ളത്. പിന്നെ ഞാൻ ഈ ഷെയർ ചെയ്ത നോട്ട്സും എല്ലാതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് നല്ലോണം ശ്രദ്ധിച്ച് കേട്ട്. അപ്പോൾ ഇതിൽ ഞാൻ പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട്. പിക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ആ പിക്ചറിലൂടെ നമുക്ക് എന്താണ് ബൈപ്പോളർ അല്ലെങ്കിൽ മാനിയ അല്ലെങ്കിൽ ഡിപ്രഷൻ, ഈ ഒരു ബൈപ്പോളർ എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പിക്ചറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നോട്ട്സ് നോക്കുക. എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണിത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.